തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെയും പുരാതന സന്യാസാപിതാക്കന്മാരുടെയും മാതൃക സ്വീകരിച്ച് അവസാനത്തോളം വിശ്വസ്തനായി നിലകൊള്ളുകയും ചെയ്തു. അദ്ദേഹം അന്തോന്യോസ്യതേറാക്കാരുടെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് യാമപ്രാർത്ഥനകൾ, തുടരെയുള്ള നിശബ്ദ പ്രാർത്ഥനകൾ, നോമ്പ്, ഉപവാസം, മൗനം, വിനയം മുതലായവ അവയുടെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുകയും പുണ്യത്തിലും വിശുദ്ധിയിലും വളരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിശ്വാസ സ്ഥിരതയും ഇടയ ശുശ്രൂഷയും പുണ്യജീവിതവും ത്യാഗസന്നദ്ധതയും എക്കാലത്തേക്കും മാതൃകയായിരിക്കുന്നു. കഠിനമായ നോമ്പും വ്രതവും മൂലം തന്റെ ശരീരം ക്ഷീണിപ്പിച്ചുവെങ്കിലും ആത്മാവും മനസ്സും തെളിഞ്ഞ് പ്രശോഭിതമായിരുന്നു. പാപികളായ ഞങ്ങൾക്ക് അദ്ദേഹം അനുഗ്രഹിച്ചു